അതെ, ഇന്ന് ഷോർട്ട് വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ പാളിപ്പോയ ഒരു ഔട്ടിംഗ് ആണ് ഈ പറയുന്നത്. കഴിഞ്ഞ സാറ്റർഡേ നമ്മൾ കുടുംബക്കാരെല്ലാവരും കൂടി ഒന്ന് പുറത്തു പോകാനായിട്ട് പ്ലാൻ ചെയ്തു. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കുറേ നാളായി ഞങ്ങളൊരു ഔട്ടിങ്ങിന് പോയിട്ട്. അങ്ങനെ ശനിയാഴ്ച വൈകുന്നേരം കുഞ്ഞു വാവേനെയും പാറക്കുട്ടനെയും അച്ഛനെയും അമ്മേനെയും കൂട്ടി പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. നമ്മൾ പുറത്തു പോകുന്നത് നേരത്തെ അറിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല. കാറിൽ കയറിയിരുന്നതും മഴക്കാർ വന്ന് ആകെ സീനായി. നല്ല ഒന്നാന്തരം മഴ. പക്ഷെ ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചില്ല. എന്തായാലും വീട്ടിൽ നിന്ന് നമ്മൾ ഔട്ടിങ്ങിന് പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന ലേക്കിലേക്ക് ഏകദേശം അരമണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. ഈ ഒരു അരമണിക്കൂർ കൊണ്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പോൾ മഴ മാറിയാലോ. അങ്ങനെ ഞങ്ങൾ വിട്ടുകൊടുക്കാൻ പ്ലാനില്ലാതെ യാത്ര തുടർന്നു. അങ്ങനെ ചണ്ഡീഗഡ് സിറ്റിയിലൂടെ അടിപൊളി ഒരു യാത്ര മഴയത്ത്. ചണ്ഡീഗഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മരങ്ങളുണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു ക്ലീൻ സിറ്റി എന്നാണ് ചണ്ഡീഗഡ് അറിയപ്പെടുന്നത്. അങ്ങനെ ആ ചണ്ഡീഗഡിലൂടെ നല്ല പ്രതീക്ഷയോടെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മഴയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് പരീക്ഷിക്കാൻ ഓർത്ത് മഴയും ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട്. ചെന്നിറങ്ങിയതും നനഞ്ഞു കുളിർന്ന് നിൽക്കുന്ന ഈ ഒരു ഒട്ടകത്തിനെയാണ് കണ്ടത്. ഓട്ടം കിട്ടണ്ടായിരുന്നു ഒട്ടകത്തിന്, പക്ഷേ മഴയായതുകൊണ്ട് അതിനെയും ഒരു സ്ഥലത്ത് കെട്ടിയിട്ടേക്കാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ലേക്കിൻ്റെ അങ്ങോട്ടേക്ക് പതുക്കെ നടന്നു. കുഞ്ഞുവാവേനെ നമ്മൾ നന്നായിട്ട് ടർക്കിയിൽ പൊതിഞ്ഞാണ് പിടിച്ചിരിക്കുന്നത്. കാരണം അവളെ ഇതുപോലെ എപ്പോഴും പുറത്തേക്കൊന്നും ഇറക്കാറില്ല. ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. പാറക്കുട്ടന് പിന്നെ ആ ഒരു പ്രശ്നമില്ല. പാറക്കുട്ടൻ അച്ഛൻ്റെ കൂടെ ഓടി നേരത്തെ മുന്നിലേക്ക് പോയി. ഇന്ന് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും കടകളെല്ലാം ലൈറ്റൊക്കെ ഇട്ട് ലൈറ്റെല്ലാം ഓൺ ചെയ്ത് തന്നെ നേരത്തെ ഒരു എല്ലാം സെറ്റായിട്ട് നിൽക്കുകയാണ്. കാരണം മഴ പെയ്തുകൊണ്ട് ഏകദേശം ഇരുണ്ട് കിടക്കുകയാണ് എല്ലായിടത്തും. ഇന്ന് ഏറ്റവും നല്ല കച്ചവടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വറക്കുകയും പൊരിക്കുകയും ചെയ്യുന്ന കടകളിലാണ് കേട്ടോ. പക്ഷേ ഇവിടെ കിട്ടുന്ന പലഹാരങ്ങളൊന്നും നമ്മുടെ നാട്ടിലെ പലഹാരങ്ങളേ ഇല്ല. അതുകൊണ്ട് ഞങ്ങളതൊന്നും നോക്കിയേയില്ല. ഇതായിരുന്നു ഞങ്ങൾ ബോട്ടിങ്ങിന് പോവേണ്ടിയിരുന്ന സ്ഥലം, ലേക്ക്. ഇവിടെ ബോട്ടുകളെല്ലാം കരയ്ക്ക് കയറ്റി നിർത്തിയിട്ടേക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിരാശയോടുകൂടി അവിടെ നോക്കി നിൽക്കുകയായിരുന്നു. എന്നാൽ കുറച്ചു നേരം ആ റോട്ടിൽ കൂടെ നടക്കാമെന്ന് വിചാരിച്ചു. റോഡല്ല കേട്ടോ, അവിടെ ഒരു ഫുട്പാത്ത് ഉണ്ട്, അതിൽ കൂടെ നടക്കാമെന്ന് വിചാരിച്ചു. അന്നേരത്തേക്കാണ് അവിടെ ബലൂൺ വിൽക്കുന്നവരും എല്ലാം ഞങ്ങളെ വളഞ്ഞു. പക്ഷെ നമ്മളൊന്നും തന്നെ ഇപ്പം മേടിച്ചില്ല. കാരണം ഓൾറെഡി നമ്മുടെ പ്ലാനിങ് മാറ്റി മറ്റൊരു മാളിലേക്ക് കറങ്ങാൻ പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ പിന്നെ ബലൂണെല്ലാം മേടിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവും. അങ്ങനെ ഞങ്ങളുടെ പാളിപ്പോയ ട്രിപ്പ് ഇതാണ്. ഞങ്ങൾ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് തുടങ്ങുവാണ്.